കലാകാരന്മാരുടെ ഒരു നാടാണ് തൃശ്ശൂർ. ഒരുപാട് കലാകാരന്മാർ തൃശ്ശൂരുണ്ട്. സിനിമാ നടന്മാരും വാദ്യ കലാകാരന്മാരും മിമിക്രിക്കാരൊക്കെ ആയിട്ട്. പക്ഷേ നമ്മുടെ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ ഒരു കലാകാരൻ ഉണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഒരുപാട് കടങ്ങളും ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും. അതിന് ഒരിക്കലും ആത്മഹത്യ ഒരു പോംവഴിയല്ല. മരിക്കാൻ എന്താ എളുപ്പം, ജീവിക്കാനാണ് വളരെയധികം ബുദ്ധിമുട്ട്. ജോഗി എന്ന് പറഞ്ഞിട്ട് ഒരു നടനുണ്ടായിരുന്നു തൃശ്ശൂർ. വളരെ നല്ല നടനാണ്, ഗംഭീര വില്ലനൊക്കെയായിട്ട് അയാൾ എത്ര പടത്തിൽ അഭിനയിച്ചോണെന്നറിയാം. അദ്ദേഹം കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഫ്ലാറ്റിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. മരിക്കുന്നവർക്കാട് മരിച്ചു പോകാൻ വേണ്ടോ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ കുറിച്ച് ചിന്തിച്ചില്ല. 2 പെൺകുട്ടികളുണ്ട്, അവരെക്കുറിച്ച് ചിന്തിച്ചില്ല. പെട്ടെന്ന് അങ്ങോട്ട് മരിച്ചുപോയി. ഒരുപാട് കടങ്ങളുണ്ടായിരുന്നു. ആ കടത്തിൻ്റെ മുകളിലാണ് ഈ ആത്മഹത്യ നടന്നത്. പിന്നെ ആൾ കുറച്ച് മദ്യപിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് പ്രശ്നങ്ങളെന്ന് പറയണത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ജിജി പിന്നെയാണ് ജീവിതത്തിനെ ശരിക്ക് നേർക്കുനേര് കാണുന്നത്. ആ വികൃത രൂപം ജീവിതത്തിൻ്റെ. 2 പെൺകുട്ടികൾ, ചെറിയ കുട്ടികൾ, അവരെ വളർത്തി വലുതാക്കണം. വീടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജപ്തിയിൽ. മരിച്ച് 10 ദിവസം കഴിഞ്ഞോട് കൂടിയിട്ട് വീട് ജപ്തി ചെയ്യാനായിട്ട് ബാങ്കുകാർ വന്നു. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ നിന്ന് കടം മേടിച്ചിട്ടുണ്ടായിരുന്നു, അവരും വന്നു. അവസാനം കിട്ടിയ വിലയ്ക്ക് വീട് വിറ്റ് ഒരു വാടക വീട്ടിലേക്ക് താമസം മാറ്റി. പിന്നെയാണ് ആ പെൺകുട്ടി ജീവിതത്തിനെ കരുപിടിപ്പിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാട്. 8 മണിക്കൂർ എല്ലാവരും പണിയുമ്പോൾ 12 മണിക്കൂറല്ല 18 മണിക്കൂർ ജോലി ചെയ്താണ് ആ ജിജി 2 പെൺകുട്ടികളെ വളർത്താനും വാടക കൊടുക്കാനും ഒരു ഫൈറ്റ് തന്നെയായിരുന്നു ആ ജിജിയുടെ ജീവിതം. അതിപ്പോൾ ഉള്ള പെൺകുട്ടികൾക്കൊരു ഭർത്താക്കന്മാർ മരിച്ച ഭാര്യമാർക്കുള്ളൊരു ശരിക്കും പറഞ്ഞൊരു പ്രചോദനം കൂടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഒന്നിലും തളരാതെ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വയ്ക്കാണ്ട് ജീവിതത്തിനെ അഭിമുഖീകരിച്ച് ഒരു ചെറിയ സ്ഥലം മേടിച്ചു, അവിടെ ഒരു വീട് വെച്ചു. പണി പൂർത്തിയാവേണ്ടതിന് മുമ്പ് തന്നെ അങ്ങോട്ട് കയറി താമസാക്കി, വാടകയിൽ നിന്ന് ഒഴിവാക്കി. ഇപ്പോഴും കിടന്ന് കഷ്ടപ്പെടുക 2 പെൺകുട്ടികളെ കുറിച്ചിട്ട്. അപ്പം അത് ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ജോഗി മരിക്കേണ്ട കാര്യമില്ല. ഒരുപാട് സിനിമ കിട്ടേണ്ട ആളാണ്. ആ കടമൊക്കെ അവന് വീട്ടാമായിരുന്നു. അവൻ്റെ കുറുമ്പ മരിച്ചത്. പക്ഷേ 2 കുട്ടികൾ, പെൺകുട്ടികൾ, ആ ഭാര്യ, അവരാണ് കഷ്ടത്തിലായത്. പക്ഷെ ഇപ്പോൾ അവരെ ജീവിതം കരുപിടിപ്പിച്ച് നല്ല രീതിയിൽ അവർ ജീവിച്ചു പോകണം. അതാണ് ജീവിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ പൊരുതണം എന്ന് പറയുന്നത്. മരിക്കുന്നവർക്ക് മരിച്ചു പോകല്ലേ വേണ്ടോ.